അപ്പൊ ലക്ഷദ്വീപിന്റെ രാത്രിയിൽ കടലിന്റെ നടുക്ക് ഇവിടെ നമ്മുടെ വണ്ടർ വേസിന്റെ ഹണ്ടേഴ്സ് ടീമിൽ നിന്ന് ഇറങ്ങാൻ പോണത്. ഈ നിൽക്കുന്നതായിട്ട് നമ്മുടെ ഹണ്ടിങ്ങിന്റെ ക്യാപ്റ്റൻ ലുക്ക് മാൻ. ഹണ്ടിങ്ങിന്റെ ബാലപാഠങ്ങളൊക്കെ നമ്മളെ പഠിപ്പിച്ച ശേഷം മച്ചാൻ നമ്മുടെ സ്നോർക്കിൾ ചെയ്യാനുള്ള മാസ്കുകളൊക്കെ ഫിറ്റ് ചെയ്യിക്കേണ്ട. എവിടെ നോട്ട് കൃഷിയാണോ? മാസ്ക് ഒക്കെ ഫിറ്റ് ചെയ്തപ്പോ ശുക്കൂറിന്റെ ലുക്ക് ആകെ മാറിട്ടാ. ഒരു ചോട്ടാ കൃഷിന്റെ കൂട്ടായിട്ടുണ്ടാവും. ശുക്കൂർ പോയപ്പോ മുന്നാനോട് മിനിമം ഒരു 3 കൊമ്പൻ സ്രാവനെങ്കിലും പിടിച്ചിട്ടാവും വരുള്ളൂ എന്നാ പറഞ്ഞേക്കണേ. അടുത്ത ഈ ഹണ്ടിങ്ങിന് വേണ്ടി വണ്ടർ വേസിന് വേണ്ടി കളത്തിലിറങ്ങുന്ന ആരാണെന്ന് അറിയുമോ? നമ്മുടെ ടീനയും അഖിലും ആണ്. അടുത്ത ഈ വണ്ടർ വേസിന് വേണ്ടി ഹണ്ടിങ്ങിന് ഇറങ്ങുന്ന നമ്മുടെ തസ്നീത്തേണ്ട. തസ്നീത്ത് ഹണ്ടിങ്ങിന് പോയി മീനെ കണ്ടു കഴിഞ്ഞാൽ മാറി നിൽക്കും മീനെ. ഓൾറെഡി ഞാൻ മീൻകറി വീട്ടിൽ വെച്ചിട്ടാണ് വന്നതെന്ന് പറയുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടാ. അടുത്ത നമ്മൾ ഷെറു ബിഫോർ ഹണ്ടിങ് ഇറ്റ് സെൽഫ് ഗ്രില്ലിംഗ് മസാല മിക്സ് ചെയ്ത് വെച്ചിട്ടാണ് വന്നേക്കണത്. കുറച്ചു നേരത്തെ ഹണ്ടിങ്ങിന് ശേഷം മുന്നേ തിരിച്ചെത്തിയിട്ടാ. നല്ല കിണ്ണം കാച്ചൊരു പാരച്ചിന് പൊക്കിട്ടാണ് സാധിക്കേണ്ടവരും. ഇതല്ല ഇതിന്റെ അപ്പുറം ചാടിക്കിടന്നാണ് ഈ കെ ജോസഫ് എന്ന് പറഞ്ഞ് നരസിംഹത്തിൽ മോഹൻലാൽ പൊങ്ങി വന്നിട്ട് ഷെറു വന്ന വരവ് കണ്ട. പൊളി പൊളി പൊളി. എന്താണ് അങ്ങനെ പെട്ടി നിറച്ച മീനായ സ്ഥിതിക്ക് നമ്മിന് പോട്ട് നേരെ കരയിലേക്ക് വിടണ്ട. കരയിലേക്ക് ചെന്നിട്ടാണ് ബാക്കി പരിപാടി. എന്താണ് നമുക്ക് ഫിഷിനെ ഗ്രില്ല്. മസാല ഒക്കെ നല്ല രീതിയിൽ തട്ടിയത് ഫിഷിനെ നമുക്ക് ഗ്രില്ല് ചെയ്യാനായിട്ട് ഇത് കേട്ടേണ്ട. അപ്പൊ ഇതാണ് വണ്ടർ വേസ് പറഞ്ഞ ലക്ഷദ്വീപിലെ ഫിഷ് ഹണ്ടിങ്. ലക്ഷദ്വീപ് നിങ്ങൾക്കും എക്സ്പ്ലോർ ചെയ്യണ്ടേ? ഒട്ടും വൈകിക്കണ്ട. താഴെ കിടന്ന നമ്പറിൽ ഇപ്പൊ തന്നെ കോണ്ടാക്ട് ചെയ്തു.